ഇറങ്ങാനിരിക്കുന്ന സൂപ്പർമാൻ മൂവി ഒരു കോമഡി ഐറ്റമായി മാറുമോ? സൂപ്പർമാൻ മൂവിയുടെ പുതിയ ട്രെയിലർ ഇറങ്ങിയപ്പോൾ മുതൽ ആളുകൾക്കിടയിൽ ഭയങ്കരമായ ഡിസ്കഷനാണ് ഈ സിനിമ വർക്കൗട്ട് ആവുമോ ഇല്ലയോ എന്നുള്ളത്. എന്താ കാരണം ഞാൻ പറഞ്ഞുതരാം. ഒന്നാമതായിട്ട് അതിലെ പട്ടി ക്രിപ്റ്റോ ദ സൂപ്പർ ഡോഗ്. ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു സിനിമയിൽ ഒരു ഡോഗിനെ വെച്ചുകൊണ്ടുള്ള കോമഡി, അതിനെ വെച്ചുള്ള ആക്ഷൻസ് ഒക്കെ ആ സിനിമയുടെ സീരിയസ്നെസ് കുറയ്ക്കുക എന്നുള്ളത് ആരാധകർക്ക് നല്ല രീതിയിൽ ടെൻഷൻ ഉണ്ട്. മാത്രമല്ല സിനിമ ഡയറക്ട് ചെയ്യുന്നത് ജെയിംസ് ഗൺ എന്ന് പറയുന്ന ഡയറക്ടറാണ്. അതായത് നമ്മുടെ ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സിയിൽ റോക്കറ്റ് റക്കൂൺ എന്ന് പറയുന്ന ക്യാരക്ടറിനെയൊക്കെ ഡയറക്ട് ചെയ്ത ഡയറക്ടർ. പക്ഷേ ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സിയിൽ റോക്കറ്റ് റക്കൂൺ വർക്കൗട്ടായി. അതുപോലെ ക്രിപ്റ്റോ ചിലപ്പോൾ സൂപ്പർമാൻ മൂവിയിൽ വർക്കൗട്ട് ആവുമോ എന്നുള്ള കാര്യത്തിനകത്ത് ഫാൻസിന് നല്ല ഡൗട്ട് ഉണ്ട്. രണ്ടാമതായിട്ട് ഹെൻറി കാവിൽ, അതായത് പഴയ സൂപ്പർമാനായിട്ട് അഭിനയിച്ച ആക്ടറിന്റെ അത്രയും ലുക്കില്ല പുതിയ സൂപ്പർമാനായിട്ട് അഭിനയിക്കുന്ന ആൾക്ക് എന്നുള്ളതാണ് ജനസംസാരം. പക്ഷെ അത് എനിക്ക് തോന്നുന്നില്ല. കാരണം രണ്ടുപേരെയും കണ്ടാൽ ഏകദേശം ഒരുപോലെ ഇരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എന്നാൽ കോസ്റ്റ്യൂമിന്റെ കാര്യം വരുമ്പോൾ ഡിഫറൻസ് ഉണ്ട്. പുതിയ സൂപ്പർമാന്റെ അണ്ടർവെയർ പുറത്താണ്. ഇത്രയും നാൾ നമ്മൾ കണ്ടത് അങ്ങനെയല്ല. കോമിക് അക്യുറേറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തതെങ്കിൽ പോലും ഈ ഒരു കോസ്റ്റ്യൂം ചേഞ്ചിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. മൂന്നാമതായിട്ട് ഗ്രീൻ ലാന്റേൺ എന്ന് പറയുന്ന ക്യാരക്ടറിനെ നമുക്ക് ഈ ട്രെയിലറിൽ കാണാനായിട്ട് സാധിക്കും. സാധാരണ നമ്മൾ കാണുന്ന ഗ്രീൻ ലാന്റേൺ ക്യാരക്ടേഴ്സ് എല്ലാം മസ്കുലറും വെൽ ഫിറ്റ് ബോഡിയൊക്കെ ഉള്ള ആൾക്കാരാണ്. പക്ഷെ ഇവിടെ കണ്ടിരിക്കുന്ന ഗ്രീൻ ലാന്റേൺ അങ്ങനെയല്ല. കോമിക്സിൽ പോലും അധികം ആരാധകരില്ലാത്ത ഒരു ഗ്രീൻ ലാന്റേണിന്റെ വേർഷനാണ് ഇതിനകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അത് ആരാധകർക്ക് അത്ര സാറ്റിസ്ഫൈങ് ആയിട്ട് തോന്നിയിട്ടില്ല. പ്രധാനമായും ജെയിംസ് ഗൺ എന്ന് പറഞ്ഞ ഡയറക്ടർ ഇതിനു മുമ്പ് ചെയ്തേക്കുന്ന പ്രൊജക്ട്സ് എല്ലാം ആളുകൾ നല്ലപോലെ അക്സെപ്റ്റ് ചെയ്തതാണ്. അപ്പൊ ആ ഒരു ഡയറക്ടറിൽ നിന്ന് നമുക്ക് നല്ലൊരു മൂവി തന്നെ വരുമെന്ന് പ്രതീക്ഷിക്കാം. പിന്നെ ഗ്രീൻ ലാന്റേണിനെയൊക്കെ ജെയിംസ് ഗൺ എങ്ങനെയാണ് നമ്മളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്, ഏത് ആസ്പെക്റ്റിലാണെന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ. സോ